മഞ്ഞും മഴയും മലവെള്ളപ്പാച്ചിലും മാറി മാറിയെത്തി മായാജാലം തീർക്കുന്ന സൗദിയിലെ അബഹയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണിപ്പോൾ. അബഹയിലെ തെരുവുകളിൽ നീലവാഗമരങ്ങൾ പൂത്തു നിൽക്കുന്ന സമയമാണിത്. പൂത്ത് വിളഞ്ഞു നിൽക്കുന്ന നീലവാഗമരങ്ങളെ കാണാനും ക്യാമറയിൽ ഒപ്പിയെടുക്കാനുമായി രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ആസ്വാദകരേറെയാണ്. തെക്കേ അമേരിക്കയിൽ നിന്നും മുളച്ചുയർന്ന ജക്രാന്ത മിമോസിഫോളിയയ്ക്ക് നീലവാഗ എന്ന വിളിപ്പേര് കൂടിയുണ്ട്. ഡിസംബറിലെ തണുപ്പിൽ ഇലകൾ പൊഴിക്കുന്ന ജക്രാന്ത മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് പൂവിട്ട് തുടങ്ങുക. അബഹ ഉൾപ്പെടുന്ന അസീർ മേഖലയിൽ 15,000-ത്തിലധികം നീലവാഗ മരങ്ങളുണ്ട്. അവയിൽ ചിലത് 18 മീറ്റർ വരെ ഉയരത്തിൽ വളരും. 20 മീറ്റർ ഉയരം വരെയാണ് നീലവാഗയുടെ പരമാവധി വളർച്ച എന്ന് പറയുന്നത്. ഇക്കാലത്ത് സൗദിയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നും ഉൾഗ്രാമങ്ങളിൽ നിന്നും അവധിക്കാലം ആഘോഷിക്കാനായി സഞ്ചാരികൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് അബഹയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ബലിപെരുന്നാൾ അവധിക്ക് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് അബഹയിലേക്ക് യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത മാസത്തോടെ റിയാദ് ഉൾപ്പെടെയുള്ള സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ കനത്ത ചൂട് അനുഭവപ്പെട്ടു തുടങ്ങും. ഈ സമയങ്ങളിലെല്ലാം ഒരു ആശ്വാസ കേന്ദ്രം കൂടിയാണ് അബഹയിലേക്കുള്ള യാത്ര. അബഹയിലെ തെരുവുകൾ മനോഹരമാക്കാനും ഓക്സിജൻ ഉറവിടം അധികരിപ്പിക്കാനുമായി പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പദ്ധതി കൂടിയാണ് ജക്രാന്തയുടെ ഈ സംരക്ഷണവും പരിപാലനവും.